പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ജെയിൻ എയർ 10ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കിതിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അധ്യായം 10. ഇതുവരെ എന്റെ നിസ്സാരമായ ജീവിതത്തിലെ സംഭവങ്ങൾ ഞാൻ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ 10 വർഷങ്ങൾക്കായി ഞാൻ ഏതാണ്ട് അത്രയും തന്നെ അധ്യായങ്ങൾ നീക്കിവെച്ചു. എന്നാൽ ഇതൊരു സാധാരണ ആത്മകഥയാകാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ഓർമ്മകളുടെ പ്രതികരണങ്ങൾക്ക് ഒരളവുവരെ താൽപ്പര്യമുണ്ടാകുമെന്നെനിക്ക് ഉറപ്പുള്ളിടത്തു മാത്രമേ ഞാൻ ഓർമ്മയെ കൂട്ടുപിടിക്കാൻ ബാധ്യസ്ഥയാകുന്നുള്ളൂ. അതിനാൽ ഞാനിപ്പോൾ 8 വർഷത്തെ കാലയളവ് ഏതാണ്ട് നിശബ്ദമായി കടന്നുപോകുന്നു. ബന്ധത്തിന്റെ കണ്ണികൾ നിലനിർത്താൻ ഏതാനും വരികൾ മാത്രമേ ആവശ്യമുള്ളൂ. ലോവുഡിൽ ടൈഫസ് പനി അതിന്റെ വിനാശകരമായ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ അതവിടെ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എന്നാൽ അതിന്റെ തീവ്രതയും ഇരകളുടെ എണ്ണവും സ്കൂളിലേക്ക് പൊതുശ്രദ്ധ ആകർഷിച്ചതിനു ശേഷം മാത്രമായിരുന്നു അത്. ഈ വിപത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം നടന്നു. ക്രമേണ വിവിധ വസ്തുതകൾ പുറത്തുവന്നത് ഉയർന്ന തോതിലുള്ള പൊതുജനരോഷത്തിന് കാരണമായി. സ്ഥലത്തിന്റെ അനാരോഗ്യകരമായ അവസ്ഥ, കുട്ടികളുടെ ഭക്ഷണത്തിന്റെ അളവും ഗുണനിലവാരവും, അതു പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഉപ്പുകലർന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ വെള്ളം, വിദ്യാർത്ഥികളുടെ ദയനീയമായ വസ്ത്രധാരണവും താമസ സൗകര്യങ്ങളും ഇവയെല്ലാം കണ്ടുപിടിക്കപ്പെട്ടു. ഈ കണ്ടുപിടുത്തം മിസ്റ്റർ ബ്രോക്കിൾഹേസ്റ്റിന് അപമാനകരമായെങ്കിലും സ്ഥാപനത്തിന് ഗുണകരമായ ഫലമാണുളവാക്കിയത്. കൗണ്ടിയിലെ സമ്പന്നരും ഉദാരമനസ്കരുമായ നിരവധി വ്യക്തികൾ മെച്ചപ്പെട്ട ഒരിടത്ത് കൂടുതൽ സൗകര്യപ്രദമായ കെട്ടിടം നിർമ്മിക്കുന്നതിനായി വലിയ തുകകൾ സംഭാവന ചെയ്തു. പുതിയ നിയന്ത്രണങ്ങളുണ്ടാക്കി ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നു. സ്കൂളിന്റെ ഫണ്ടുകൾ ഒരു കമ്മിറ്റിയുടെ മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. തന്റെ സമ്പത്തും കുടുംബബന്ധങ്ങളും കാരണം ഒഴിവാക്കാൻ കഴിയാതിരുന്ന മിസ്റ്റർ ബ്രോക്കിൾഹേസ്റ്റ് ട്രഷറർ സ്ഥാനം നിലനിർത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ കൂടുതൽ വിശാലവും സഹാനുഭൂതിയുമുള്ള മാന്യന്മാർ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ ഇൻസ്പെക്ടർ സ്ഥാനം യുക്തിയെ കാർക്കശ്യത്തോടും സുഖസൗകര്യങ്ങളെ മിതവ്യയത്തോടും അനുകമ്പയെ നീതിയോടും എങ്ങനെ സംയോജിപ്പിക്കണമെന്ന് അറിയാവുന്നവരുമായി പങ്കിട്ടു. അങ്ങനെ മെച്ചപ്പെട്ട സ്കൂൾ കാലക്രമേണ ശരിക്കും ഉപയോഗപ്രദവും ശ്രേഷ്ഠവുമായ ഒരു സ്ഥാപനമായി മാറി. അതിന്റെ നവീകരണത്തിനു ശേഷം 8 വർഷത്തോളം ഞാൻ ആ മതിലുകൾക്കുള്ളിൽ ഒരു അന്തേവാസിയായി തുടർന്നു. 6 വർഷം വിദ്യാർത്ഥിയായും 2 വർഷം അധ്യാപികയായും. 2 നിലകളിലും അതിന്റെ മൂല്യത്തിനും പ്രാധാന്യത്തിനും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ 8 വർഷങ്ങളിൽ എന്റെ ജീവിതം ഒരേപോലെയുള്ളതായിരുന്നു. എന്നാൽ സന്തോഷമില്ലാത്തതായിരുന്നില്ല, കാരണം അത് നിഷ്ക്രിയമായിരുന്നില്ല. മികച്ച വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങൾ എന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. ചില പഠന വിഷയങ്ങളോടുള്ള താൽപ്പര്യവും എല്ലാറ്റിലും മികവ് പുലർത്താനുള്ള ആഗ്രഹവും അധ്യാപകരെ, പ്രത്യേകിച്ച് ഞാൻ സ്നേഹിച്ചവരെ സന്തോഷിപ്പിക്കുന്നതിലുള്ള വലിയ ആനന്ദവും എന്നെ മുന്നോട്ട് നയിച്ചു. എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഞാൻ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. കാലക്രമേണ ഞാൻ 1ാം ക്ലാസ്സിലെ 1ാമത്തെ പെൺകുട്ടിയായി ഉയർന്നു. പിന്നീട് എനിക്ക് അധ്യാപികയുടെ സ്ഥാനം നൽകപ്പെട്ടു. 2 വർഷത്തോളം ഞാൻ ആ ജോലി ആത്മാർത്ഥതയോടെ നിർവഹിച്ചു. എന്നാൽ ആ സമയത്തിന്റെ അവസാനത്തിൽ എന്നിൽ മാറ്റം വന്നു. എല്ലാ മാറ്റങ്ങൾക്കിടയിലും മിസ് ടെമ്പിൾ സെമിനാരിയുടെ സൂപ്രണ്ടായി തുടർന്നിരുന്നു. എന്റെ നേട്ടങ്ങളിൽ ഏറ്റവും മികച്ച ഭാഗത്തിന് ഞാൻ അവരുടെ ശിക്ഷണത്തോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ സൗഹൃദവും സാമീപ്യവും എനിക്ക് നിരന്തരമായ ആശ്വാസമായിരുന്നു. അവരെനിക്ക് അമ്മയായും ഗവേണസായും ഒടുവിലൊരു കൂട്ടുകാരിയായും നിലകൊണ്ടു. ഈ കാലഘട്ടത്തിൽ അവർ വിവാഹിതയായി, ഭർത്താവിനൊപ്പം ഒരു പുരോഹിതൻ, അത്തരമൊരു ഭാര്യയ്ക്ക് യോഗ്യനായ ഒരു മികച്ച മനുഷ്യൻ അകലെയുള്ളൊരു കൗണ്ടിയിലേക്ക് മാറിത്താമസിച്ചു. തൽഫലമായി എനിക്കവരെ നഷ്ടപ്പെട്ടു. അവർ പോയ ദിവസം മുതൽ ഞാൻ പഴയ ആളായിരുന്നില്ല. ലോവുഡിനെ ഒരളവ് വരെ എനിക്ക് വീടാക്കി മാറ്റിയ എല്ലാ സുരക്ഷിതബോധവും എല്ലാ ബന്ധങ്ങളും അവരോടൊപ്പം പോയി. അവരുടെ സ്വഭാവത്തിൽ നിന്ന് ചിലതും അവരുടെ ശീലങ്ങളിൽ നിന്ന് പലതും ഞാൻ ഉൾക്കൊണ്ടിരുന്നു. കൂടുതൽ യോജിപ്പുള്ള ചിന്തകൾ, നിയന്ത്രിതമായ വികാരങ്ങൾ എന്റെ മനസ്സിന്റെ ഭാഗമായി മാറിയിരുന്നു. കടമയോടും ക്രമത്തോടും ഞാൻ വിധേയത്വം പുലർത്തി. ഞാൻ ശാന്തയായിരുന്നു. ഞാൻ സംതൃപ്തയാണെന്ന് ഞാൻ വിശ്വസിച്ചു. മറ്റുള്ളവരുടെ കണ്ണുകളിൽ, സാധാരണയായി എന്റെ സ്വന്തം കണ്ണുകളിൽ പോലും ഞാൻ അച്ചടക്കമുള്ളതും ഒതുങ്ങിയതുമായൊരു വ്യക്തിയായി കാണപ്പെട്ടു. എന്നാൽ വിധി റവറന്റ് മിസ്റ്റർ നാസ്മിത്തിന്റെ രൂപത്തിൽ എനിക്കും മിസ് ടെമ്പിളിനുമിടയിൽ വന്നു. വിവാഹ ചടങ്ങിന് തൊട്ടുപിന്നാലെ യാത്രാവേഷത്തിൽ അവരൊരു പോസ്റ്റ് ചേസിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. വണ്ടി കുന്നുകയറി കണ്ണിനു മറയുന്നതുവരെ ഞാൻ നോക്കി നിന്നു. പിന്നീട് ഞാൻ എന്റെ മുറിയിലേക്ക് മടങ്ങി ആ സന്ദർഭത്തിന്റെ ബഹുമാനാർത്ഥം അനുവദിച്ച അർദ്ധദിനാവധിയുടെ ഭൂരിഭാഗവും അവിടെ ഏകാന്തതയിൽ ചെലവഴിച്ചു. ഭൂരിഭാഗം സമയവും ഞാൻ മുറിയിലൂടെ നടന്നു.
എന്റെ നഷ്ടത്തെക്കുറിച്ച് ഖേദിക്കുകയാണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുകയാണെന്നും ഞാൻ കരുതി. എന്നാൽ എന്റെ ചിന്തകൾ അവസാനിക്കുകയും ഞാൻ തലയുർത്തി നോക്കിയപ്പോൾ ഉച്ച കഴിഞ്ഞു പോയി എന്നും വൈകുന്നേരം ഏറെ വൈകിയെന്നും കണ്ടപ്പോൾ മറ്റൊരു തിരിച്ചറിവെനിക്കുണ്ടായി. അതായത് ആ ഇടവേളയിൽ ഞാനൊരു പരിവർത്തന പ്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. മിസ് ടെമ്പിളിൽ നിന്ന് കടമെടുത്തതെല്ലാം എന്റെ മനസ്സുപേക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ അവരുടെ സാമീപ്യത്തിൽ ഞാൻ ശ്വസിച്ചിരുന്ന ശാന്തമായ അന്തരീക്ഷം അവർ തന്നോടൊപ്പം കൊണ്ടുപോയി. ഇപ്പോൾ ഞാൻ എന്റെ സ്വാഭാവിക അവസ്ഥയിൽ അവശേഷിക്കുന്നു. പഴയ വികാരങ്ങളുടെ ഇളക്കം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു താങ്ങ് പിൻവലിക്കപ്പെട്ടതുപോലെയല്ല, മറിച്ചൊരു പ്രേരണയില്ലാതായതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശാന്തയായിരിക്കാനുള്ള കഴിവല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, മറിച്ച് ശാന്തതയ്ക്കുള്ള കാരണമില്ലാതായി. കുറച്ചു വർഷങ്ങളായി എന്റെ ലോകം ലോവുഡിലായിരുന്നു. എന്റെ അനുഭവങ്ങൾ അവിടുത്തെ നിയമങ്ങളിലും വ്യവസ്ഥകളിലും ഒതുങ്ങിയിരുന്നു. എന്നാൽ യഥാർത്ഥ ലോകം വിശാലമാണെന്നും ജീവിതത്തിന്റെ അപകടങ്ങൾക്കിടയിൽ യഥാർത്ഥ അറിവ് തേടി അതിന്റെ വിശാലതയിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ധൈര്യമുള്ളവരെ കാത്ത് പ്രതീക്ഷകളുടെയും ഭയങ്ങളുടെയും അനുഭൂതികളുടെയും ആവേശങ്ങളുടെയും വൈവിധ്യമായൊരു മേഖല കാത്തിരിക്കുന്നുണ്ടെന്നും ഇപ്പോൾ ഞാൻ ഓർത്തു. ഞാൻ എന്റെ ജനാലയ്ക്കരികിലേക്ക് ചെന്ന് അത് തുറന്ന് പുറത്തേക്ക് നോക്കി. കെട്ടിടത്തിന്റെ രണ്ടു ഭാഗങ്ങളും പൂന്തോട്ടവും ലോവുഡിന്റെ പ്രാന്തപ്രദേശങ്ങളും കുന്നുകൾ നിറഞ്ഞ ചക്രവാളവും എന്റെ മുന്നിലുണ്ടായിരുന്നു. എന്റെ ദൃഷ്ടി മറ്റെല്ലാ വസ്തുക്കളെയും കടന്ന് ഏറ്റവും അകലെയുള്ള ആ നീല കൊടുമുടികളിൽ ചെന്നുനിന്നു. അവയെ മറികടക്കാനാണ് ഞാൻ അതിയായി ആഗ്രഹിച്ചത്. പാറക്കെട്ടുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ ആ അതിർത്തിക്കുള്ളിലതെല്ലാം ഒരു തടവറയായും നാടുകടത്തപ്പെട്ടവരുടെ അതിരുകളായും എനിക്ക് അനുഭവപ്പെട്ടു. ഒരു പർവ്വതത്തിന്റെ അടിവാരത്തിലൂടെ വളഞ്ഞു പൊളഞ്ഞ് ഒടുവിൽ രണ്ടു മലകൾക്കിടയിലുള്ള ഒരു ഇടുക്കിൽ മറയുന്ന ആ വെളുത്ത പാതയെ ഞാൻ ഉറ്റുനോക്കി. അതിലൂടെ മുന്നോട്ടു പോകാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചുവെന്നോ. ഒരു കുതിരവണ്ടിയിൽ ആ പാതയിലൂടെ സഞ്ചരിച്ച സമയം ഞാൻ ഓർത്തെടുത്തു. സന്ധ്യാസമയത്ത് ആ കുന്നിറങ്ങി വന്നത് എന്റെ ഓർമ്മയിലുണ്ട്. എന്നെ ആദ്യമായി ലോവുഡിലെത്തിച്ച ആ ദിവസത്തിനു ശേഷം ഒരു യുഗം തന്നെ കഴിഞ്ഞുപോയതുപോലെ തോന്നി. അതിനുശേഷം ഒരിക്കൽ പോലും ഞാൻ ഇവിടം വിട്ടുപോയിട്ടില്ല. എന്റെ അവധിക്കാലങ്ങളെല്ലാം സ്കൂളിൽ തന്നെയായിരുന്നു ചെലവഴിച്ചത്. മിസസ് റീഡ് എന്നെ ഗേറ്റ്സ് ഹെഡിലേക്ക് ഒരിക്കലും വിളിപ്പിച്ചു വരുത്തിയില്ല. അവരോ അവരുടെ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ എന്നെ സന്ദർശിക്കാൻ വന്നിട്ടുമില്ല. പുറം ലോകവുമായി കത്തുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ എനിക്ക് യാതൊരു ആശയവിനിമയവും ഉണ്ടായിരുന്നില്ല. സ്കൂൾ നിയമങ്ങൾ, സ്കൂൾ ചുമതലകൾ, സ്കൂൾ ശീലങ്ങളും ധാരണകളും, ശബ്ദങ്ങൾ, മുഖങ്ങൾ, പ്രയോഗങ്ങൾ, വേഷവിധാനങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഇവ മാത്രമായിരുന്നു അസ്തിത്വത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മതിയാകില്ലെന്നെനിക്ക് തോന്നി. 8 വർഷത്തെ ഈ ദിനചര്യയോട് ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് എനിക്ക് മടുപ്പനുഭവപ്പെട്ടു. ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യത്തിനായി ഞാൻ ദാഹിച്ചു. സ്വാതന്ത്ര്യത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോൾ വീശിയടിച്ച കാറ്റിൽ ആ പ്രാർത്ഥന ചിതറിപ്പോയതുപോലെ തോന്നി. ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ച് കൂടുതൽ എളിയതായ മറ്റൊരപേക്ഷ രൂപപ്പെടുത്തി. ഒരു മാറ്റത്തിനു വേണ്ടി, ഒരു ഉത്തേജനത്തിനു വേണ്ടി. ആ അപേക്ഷയും ശൂന്യതയിലേക്ക് ഒലിച്ചുപോയതുപോലെ തോന്നി. എങ്കിൽ പാതി നിരാശയോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് പുതിയൊരു ദാസ്യമെങ്കിലും അനുവദിച്ചു തരൂ. അപ്പോൾ അത്താഴ സമയം അറിയിച്ചുകൊണ്ട് മുഴങ്ങിയ മണി എന്നെ താഴത്തെ നിലയിലേക്ക് വിളിച്ചു. ഉറങ്ങാൻ കിടക്കുന്നതുവരെ മുറിഞ്ഞുപോയ എന്റെ ചിന്തകളുടെ തുടർച്ച വീണ്ടെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അപ്പോഴും എന്റെ അതേ മുറിയിൽ താമസിച്ചിരുന്ന ഒരു അധ്യാപിക നീണ്ട ലഘുസംഭാഷണങ്ങളിലൂടെ ഞാൻ മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ച വിഷയത്തിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തി. ഉറക്കം അവരെ നിശബ്ദയാക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചുവെന്നോ. ജനാലയ്ക്കരികിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ അവസാനമുദിച്ച ആ ആശയത്തിലേക്ക് തിരിച്ചുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ആശ്വാസത്തിനായി ക്രിയാത്മകമായ എന്തെങ്കിലും നിർദ്ദേശം ഉയർന്നുവരുമെന്ന് എനിക്ക് തോന്നി. ഒടുവിൽ മിസ് ഗ്രീസ് കൂർക്കം വലയ്ക്കാൻ തുടങ്ങി. തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു വെൽഷ് വംശജയായിരുന്നു അവർ. ഇതുവരെ അവരുടെ പതിവായ ഈ മൂക്കിൽ നിന്നുള്ള ശബ്ദങ്ങളെ ഒരു ശല്യമായിട്ടല്ലാതെ ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി സംതൃപ്തിയോടെയാണ് ആ ആദ്യത്തെ ഗാഠമായ ശബ്ദങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തത്. തടസ്സങ്ങളിൽ നിന്ന് ഞാൻ മോചിതയായി. പാതി മാഞ്ഞുപോയ എന്റെ ചിന്ത തൽക്ഷണം പുനരുജ്ജീവിക്കപ്പെട്ടു. ഒരു പുതിയ സേവനം, അതിലെന്തോ കാര്യമുണ്ട്. ഞാൻ ആത്മകഥം ചെയ്തു. മനസ്സിലാണ് കേട്ടോ, ഞാൻ ഉറക്കെ സംസാരിച്ചില്ല. അതിൽ കാര്യമുണ്ടെന്നെനിക്കറിയാം. കാരണം അത് കേൾക്കാൻ അത്ര സുഖമുള്ള ഒന്നല്ല. സ്വാതന്ത്ര്യം, ആവേശം, ആനന്ദം തുടങ്ങിയ വാക്കുകളെപ്പോലെ അല്ലാതെ. അവ കേൾക്കാൻ ഇമ്പമുള്ളവ തന്നെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ശബ്ദങ്ങൾ മാത്രം. അവ എത്രത്തോളം പൊള്ളയും ക്ഷണികവുമാണെന്നാൽ അവ കേൾക്കാൻ നിൽക്കുന്നത് വെറും സമയനഷ്ടമാണ്. എന്നാൽ സേവനം, അതൊരു യാഥാർത്ഥ്യമായിരിക്കണം. ആർക്കും സേവിക്കാം. ഞാനിവിടെ 8 വർഷം സേവിച്ചു. ഇനി എനിക്ക് വേണ്ടത് മറ്റെവിടെയെങ്കിലും സേവിക്കാനാണ്. എന്റെ സ്വന്തം ഇച്ഛയാൽ എനിക്ക് അത്രയും നേടാനാവില്ലേ? അത് പ്രായോഗികമല്ലേ? അതെ അതെ, ലക്ഷ്യമത്ര ബുദ്ധിമുട്ടുള്ളതല്ല. അത് നേടാനുള്ള മാർഗം കണ്ടെത്താൻ മാത്രം എന്റെ തലച്ചോറ് സജീവമായിരുന്നെങ്കിൽ. ഈ പറഞ്ഞ തലച്ചോറിനെ ഉണർത്താനായി ഞാൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അതൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു.
ഞാനെന്റെ തോളകൾ ഒരു ഷാൾ കൊണ്ട് പുതച്ചു. എന്നിട്ട് സർവ്വശക്തിയും എടുത്ത് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. എനിക്കെന്താണ് വേണ്ടത്? ഒരു പുതിയ സ്ഥലം, ഒരു പുതിയ വീട്ടിൽ, പുതിയ മുഖങ്ങൾക്കിടയിൽ, പുതിയ സാഹചര്യങ്ങളിൽ. എനിക്കിത് വേണം. കാരണം ഇതിലും മികച്ചതൊന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരു പുതിയ സ്ഥലം ലഭിക്കാൻ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ സുഹൃത്തുക്കളെ സമീപിക്കുന്നുണ്ടാകാം. എനിക്ക് സുഹൃത്തുക്കളില്ല. സുഹൃത്തുക്കളില്ലാത്ത സ്വയം അന്വേഷിക്കുകയും സ്വയം സഹായിക്കുകയും ചെയ്യേണ്ടിവരുന്ന അനേകം പേരുണ്ട്. എന്താണ് അവരുടെ ആശ്രയം? എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഒന്നും എനിക്ക് മറുപടി നൽകിയില്ല. പെട്ടെന്നൊരു മറുപടി കണ്ടെത്താൻ ഞാൻ എന്റെ തലച്ചോറിനോട് ആജ്ഞാപിച്ചു. അത് വേഗത്തിലും വേഗത്തിലും പ്രവർത്തിച്ചു. എന്റെ തലയിലും ചെന്നികളിലും നാഡിമിടിപ്പുകൾ ഞാൻ അറിഞ്ഞു. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം അത് തികഞ്ഞ ആശയക്കുഴപ്പത്തിലാണ് പ്രവർത്തിച്ചത്. അതിന്റെ ശ്രമങ്ങളിൽ നിന്ന് ഒരു ഫലവും ഉണ്ടായില്ല. വിഫലമായ അധ്വാനത്താൽ പരവശയായി ഞാൻ എഴുന്നേറ്റ് മുറിയിലൊന്ന് നടന്നു. ജനൽവിരി മാറ്റി 1 2 നക്ഷത്രങ്ങളെ നോക്കി തണുപ്പുകൊണ്ട് വിറച്ചു. വീണ്ടും കിടക്കയിൽ ഇഴഞ്ഞുകയറി. എന്റെ അഭാവത്തിൽ ഒരു നല്ല മാലാഖ ആവശ്യമായ നിർദ്ദേശം എന്റെ തലയിണയിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകണം. കാരണം ഞാൻ കിടന്നപ്പോൾ അത് ശാന്തമായും സ്വാഭാവികമായും എന്റെ മനസ്സിലേക്ക് വന്നു. ജോലി ആവശ്യമുള്ളവർ പരസ്യം ചെയ്യുന്നു. നീ ഷെയർ ഹെറാൾഡിൽ പരസ്യം നൽകണം. എങ്ങനെ? പരസ്യം ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലല്ലോ. മറുപടികൾ ഇപ്പോൾ സുഗമമായും പെട്ടെന്നും ഉയർന്നുവന്നു. പരസ്യവും അതിനുള്ള പണവും ഹെറാൾഡിന്റെ എഡിറ്റർക്ക് മേൽവിലാസം എഴുതിയ ഒരു കവറിനുള്ളിൽ വെക്കണം. ലഭിക്കുന്ന ആദ്യ അവസരത്തിൽ തന്നെ ലൗട്ടണിലെ തപാൽപ്പെട്ടിയിൽ അത് നിക്ഷേപിക്കണം. മറുപടികൾ അവിടത്തെ പോസ്റ്റ് ഓഫീസിലെ JE എന്ന വിലാസത്തിൽ അയക്കാൻ ആവശ്യപ്പെടണം. കത്തയച്ച് ഒരാഴ്ച കഴിഞ്ഞുപോയി അന്വേഷിക്കാം. എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാം. ഈ പദ്ധതി ഞാൻ 2 തവണ 3 തവണ ആലോചിച്ചു. അതെന്റെ മനസ്സിലുറച്ചു. വ്യക്തമായ പ്രായോഗിക രൂപത്തിൽ അതെനിക്ക് ലഭിച്ചു. എനിക്ക് സംതൃപ്തി തോന്നി. ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്തയുടനെ ഞാൻ എഴുന്നേറ്റു. സ്കൂളിനെ ഉണർത്താനുള്ള മണി മുഴങ്ങുന്നതിനു മുമ്പ് തന്നെ ഞാൻ എന്റെ പരസ്യം എഴുതി കവറിലിട്ട് വിലാസമെഴുതി തയ്യാറാക്കിയിരുന്നു. അതിപ്രകാരമായിരുന്നു. പിറ്റേ ദിവസം പുതിയ നടപടികൾ കൈക്കൊള്ളേണ്ടതായി വന്നു. എന്റെ പദ്ധതികൾ ഇനി എന്റെ ഹൃദയത്തിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്താനാവില്ലായിരുന്നു. അവയുടെ സാക്ഷാത്കാരത്തിനായി എനിക്കവ മറ്റുള്ളവരെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. ഉച്ചവിശ്രമവേളയിൽ സൂപ്രണ്ടുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടുകയും അത് ലഭിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അവിടെ എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നതിന്റെ ഇരട്ടി ശമ്പളം ലഭിക്കുമെന്നും ഞാൻ അവരെ അറിയിച്ചു. കാരണം ലോവുഡിൽ എനിക്ക് പ്രതിവർഷം 15 പൗണ്ട് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. കൂടാതെ ഈ വിഷയം മിസ്റ്റർ ബ്രോക്കൽ ഹേസ്റ്റിനെയോ കമ്മിറ്റിയിലെ മറ്റാരെയെങ്കിലുമോ അറിയിക്കണമെന്നും റെഫറൻസുകളായി അവരെ പരാമർശിക്കാൻ എനിക്ക് അനുമതി നൽകുമോ എന്ന് അന്വേഷിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചു. ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥയായി പ്രവർത്തിക്കാൻ അവർ സസന്തോഷം സമ്മതിച്ചു. പിറ്റേ ദിവസം അവർ ഈ വിഷയം മിസ്റ്റർ ബ്രോക്കൽ ഹേസ്റ്റിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്റെ സ്വാഭാവിക രക്ഷാകർത്താവെന്ന നിലയിൽ മിസസ് റീഡിന് കത്തെഴുതേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് ആ വനിതയ്ക്കൊരു കുറിപ്പയച്ചു. അതിനു മറുപടിയായി എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. എന്റെ കാര്യങ്ങളിലുള്ള എല്ലാ ഇടപെടലുകളും അവർ പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്ന് അവർ അറിയിച്ചു. ഈ കുറിപ്പ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒടുവിൽ എനിക്ക് അങ്ങേയറ്റം മടുപ്പുളവാക്കുന്നതെന്ന് തോന്നിയ കാലതാമസത്തിനു ശേഷം എന്റെ സാഹചര്യം മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിയുമെങ്കിൽ അതിനുള്ള ഔദ്യോഗിക അനുമതി നൽകപ്പെട്ടു. കൂടാതെ ലോവുഡിൽ വിദ്യാർത്ഥിനി എന്ന നിലയിലും അധ്യാപിക എന്ന നിലയിലും ഞാൻ എല്ലായ്പ്പോഴും നല്ല രീതിയിൽ പെരുമാറിയിരുന്നതിനാൽ എന്റെ സ്വഭാവവും കഴിവുകളും സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥാപനത്തിലെ ഇൻസ്പെക്ടർമാർ ഒപ്പിട്ട ഒരു സാക്ഷ്യപത്രം ഉടൻ തന്നെ എനിക്ക് നൽകുമെന്ന ഉറപ്പും ലഭിച്ചു. ഏകദേശം 1 മാസത്തിനുള്ളിൽ എനിക്ക് ഈ സാക്ഷ്യപത്രം ലഭിച്ചു. ഞാൻ അതിന്റെ ഒരു പകർപ്പ് മിസസ് ഫെയർഫാക്സിന് അയച്ചുകൊടുത്തു. താൻ സംതൃപ്തിയാണെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ അവരുടെ വീട്ടിൽ ഗവേണസായി ചുമതലയേൽക്കണമെന്നും അറിയിച്ചുകൊണ്ട് ആ വനിതയുടെ മറുപടി എനിക്ക് ലഭിച്ചു. ഞാനിപ്പോൾ തയ്യാറെടുപ്പുകളിൽ മുഴുകി. ആ 2 ആഴ്ച അതിവേഗം കടന്നുപോയി. എന്റെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമായിരുന്നെങ്കിലും എനിക്ക് വസ്ത്രങ്ങളുടെ വലിയ ശേഖരമൊന്നും ഉണ്ടായിരുന്നില്ല. 8 വർഷം മുമ്പ് ഗേറ്റ്സ് ഹെഡിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന അതേ പെട്ടിയിൽ സാധനങ്ങൾ അടുക്കി വയ്ക്കാൻ അവസാന ദിവസം തന്നെ മതിയായിരുന്നു. പെട്ടി കയറുകൊണ്ട് കെട്ടി മേൽവിലാസം എഴുതിയ കാർഡ് അതിൽ തറച്ചു. അരമണിക്കൂറിനുള്ളിൽ ചുമട്ടുകാരൻ വന്ന് അത് ലോട്ടണിലേക്ക് കൊണ്ടുപോകും. പിറ്റേന്ന് രാവിലെ നേരത്തെ കോച്ചിൽ കയറാനായി എനിക്കും അവിടെ തന്നെ എത്തേണ്ടതുണ്ടായിരുന്നു. ഞാൻ എന്റെ കറുത്ത യാത്രാവസ്ത്രം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി ബോണറ്റും കയ്യുകറകളും മഫും തയ്യാറാക്കി വെച്ചു. ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ അറകളും പരിശോധിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ ഞാൻ ഇരുന്ന് വിശ്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ദിവസം മുഴുവൻ നടക്കുകയായിരുന്നെങ്കിലും ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ അത്രയേറെ ആവേശഭരിതയായിരുന്നു. എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം ഇന്ന് രാത്രി അവസാനിക്കുകയാണ്. പുതിയൊരെണ്ണം നാളെ ആരംഭിക്കുന്നു. ഈ ഇടവേളയിൽ ഉറങ്ങുക അസാധ്യമാണ്. ഈ മാറ്റം സംഭവിക്കുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ ഉണർന്നിരിക്കേണ്ടതുണ്ട്.
മിസ്, അസ്വസ്ഥമായൊരു ആത്മാവിനെ പോലെ ഞാൻ ഇടനാഴിയിൽ അലഞ്ഞു തിരിയുന്നതിനിടയിൽ എന്നെ കണ്ടുമെട്ടിയൊരു വേലക്കാരി പറഞ്ഞു, താഴെ ഒരാൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അത് ചുമട്ടുകാരനായിരിക്കും, സംശയമില്ല. ഞാൻ ചിന്തിച്ചു. ഒന്നും ചോദിക്കാതെ കോണിപ്പടികൾ ഓടിയിറങ്ങി. അടുക്കളയിലേക്ക് പോകാനായി പാതി തുറന്നു കിടത്തുന്ന പിൻവശത്തെ പാർലറിൻ അധ്യാപകരുടെ സിറ്റിംഗ് റൂമിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ ആരോ ഒരാൾ പുറത്തേക്ക് ഓടിവന്നു. ഇത് അവൾ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. എവിടെ വെച്ചായാലും എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്റെ വഴി തടഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് ആ വ്യക്തി വിളിച്ചു പറഞ്ഞു. ഞാൻ നോക്കി. നല്ല വസ്ത്രധാരണം ചെയ്ത ഒരു വേലക്കാരിയെപ്പോലെ തോന്നിക്കുന്ന, പക്വതയുള്ളതെങ്കിലും ഇപ്പോഴും ചെറുപ്പമായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. കറുത്ത മുടിയും കണ്ണുകളും പ്രസന്നമായ നിറവുമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ. അല്ല, ഇതാരാണ്? എനിക്ക് പാതി പരിചയമുള്ള ശബ്ദത്തിലും ചിരിയോടെയും അവർ ചോദിച്ചു. നിങ്ങൾ എന്നെ പൂർണ്ണമായും മറന്നിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു, മിസ് ജെയിൻ. അടുത്ത നിമിഷം ഞാൻ അവരെ ആവേശത്തോടെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. ബെസ്സി, ബെസ്സി, ബെസ്സി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അവർ ചിരിക്കുകയും കരയുകയും ചെയ്തു. ഞങ്ങൾ ഇരുവരും പാർലറിലേക്ക് പോയി. തീക്കരികിൽ പ്ലേഡ് ഫ്രോക്കും ട്രൗസറും ധരിച്ച 3 വയസ്സുള്ളൊരു ചെറിയ ആൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്റെ മകനാണ്, ബെസ്സി ഉടൻ പറഞ്ഞു. അപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞോ ബെസ്സി? അതെ, കോച്ച്മാനായ റോബർട്ട് ലെവനുമായിട്ട് ഏകദേശം 5 വർഷമായി. ബോബിയെ കൂടാതെ എനിക്കൊരു ചെറിയ മകൾ കൂടിയുണ്ട്. അവൾക്ക് ഞാൻ ജെയിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നീ ഇപ്പോൾ ഗേറ്റ്സ് ഹെഡിലല്ലേ താമസിക്കുന്നത്? ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്നത്. പഴയ പോർട്ടർ പോയി. ശരി, അവിടെ എല്ലാവരും എങ്ങനെയുണ്ട്? അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയൂ ബെസ്സി. പക്ഷേ ആദ്യം ഇരിക്കൂ. ബോബി, എന്റെ മടിയിൽ വന്നിരിക്കാമോ? എന്നാൽ ബോബി അമ്മയുടെ അടുത്തേക്ക് ഒതുങ്ങി നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. മിസ് ജെയിൻ, നിങ്ങൾ അത്ര ഉയരം വെച്ചിട്ടില്ല, വല്ലാതെ തടിച്ചിട്ടുമില്ല. മിസ്സിസ് ലെവൻ തുടർന്നു. സ്കൂളിൽ അവർ നിങ്ങൾക്കത്ര നല്ല ഭക്ഷണം നൽകിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മിസ് റീഡ്, നിങ്ങളെക്കാൾ തലയും ചുമലും ഉയരമുണ്ട്. മിസ് ജോർജിയാനയ്ക്ക് നിങ്ങളുടെ 2 ഇരട്ടി വണ്ണവുമുണ്ട്. ജോർജിയാന കാണാൻ സുന്ദരിയാണെന്ന് ഞാൻ കരുതുന്നു ബെസ്സി. വളരെ സുന്ദരിയാണ്. കഴിഞ്ഞ ശൈത്യകാലത്ത് അവൾ അമ്മയോടൊപ്പം ലണ്ടനിൽ പോയിരുന്നു. അവിടെ എല്ലാവരും അവളെ ആരാധിച്ചു. ഒരു യുവപ്രഭു അവളുമായി പ്രണയത്തിലായി. പക്ഷേ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ ബന്ധത്തിനെതിരായിരുന്നു. എന്നിട്ട് നിങ്ങൾക്കെന്തു തോന്നുന്നു? അദ്ദേഹവും മിസ് ജോർജിയാനയും ഒളിച്ചോടാൻ തീരുമാനിച്ചു. പക്ഷെ അവരെ കണ്ടുപിടിക്കുകയും തടയുകയും ചെയ്തു. മിസ് റീഡാണ് അവരെ കണ്ടുപിടിച്ചത്. അവർക്ക് അസൂയയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവളും സഹോദരിയും കീരിയും പാമ്പും പോലെയാണ് കഴിയുന്നത്. അവരെപ്പോഴും വഴക്കാണ്. ശരി, ജോൺ റീഡിന്റെ കാര്യമോ? ഓ, അവന്റെ അമ്മ ആഗ്രഹിക്കുന്നതുപോലെ അത്ര നല്ല നിലയിലല്ല അവൻ. അവൻ കോളേജിൽ പോയി, പക്ഷേ പരീക്ഷയിൽ തോറ്റു. പ്ലക്ഡ് എന്നാണ് അവരതിനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നീട് അവന്റെ അമ്മാവന്മാർക്ക് അവൻ നിയമം പഠിച്ച് ഒരു ബാരിസ്റ്റർ ആകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ വളരെ വഴിപിഴച്ചൊരു യുവാവാണ്. അവനെക്കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമെന്നെനിക്ക് തോന്നുന്നില്ല. അവൻ കാണാൻ എങ്ങനെയുണ്ട്? അവൻ വളരെ ഉയരമുള്ളവനാണ്. ചിലർ അവൻ നല്ല രൂപമുള്ള യുവാവാണെന്ന് പറയുന്നു. പക്ഷെ അവന് വളരെ കട്ടിയുള്ള ചുണ്ടുകളാണ്. പിന്നെ മിസ്സിസ് റീഡ് യജമാനത്തി കാണാൻ തടിച്ച ശരീരപ്രകൃതിയുള്ളവളും മുഖത്ത് പ്രസന്നതയുള്ളവളുമാണ്. പക്ഷെ അവരുടെ മനസ്സത്ര ശാന്തമല്ലെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ ജോണിന്റെ പെരുമാറ്റം അവർക്കിഷ്ടപ്പെടുന്നില്ല. അവൻ ധാരാളം പണം ചെലവാക്കുന്നു. അവർ നിന്നെ ഇങ്ങോട്ട് അയച്ചതാണോ ബെസ്സി? അല്ല, ഒരിക്കലുമല്ല. പക്ഷെ നിങ്ങളെ കാണാൻ ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ടെന്നും നിങ്ങൾ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുകയാണെന്നും കേട്ടപ്പോൾ നിങ്ങൾ എന്റെ കയ്യെത്താ ദൂരത്തേക്ക് പോകുന്നതിനു മുൻപ് ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഞാൻ പുറപ്പെട്ടതാണ്. നിനക്ക് എന്നിൽ നിരാശ തോന്നുന്നുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു ബെസ്സി. ചിരിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ബെസ്സിയുടെ നോട്ടത്തിൽ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അത് ഒരു തരത്തിലും ആരാധനയെ സൂചിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ല മിസ് ജെയിൻ, അങ്ങനെയല്ല. നിങ്ങൾ അത്യാവശ്യം മാന്യാണ്. കാണാൻ ഒരു പ്രഭുവിയെപ്പോലെയുണ്ട്. അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്രയുമുണ്ട്. കുട്ടിക്കാലത്തും നിങ്ങളത്ര സുന്ദരിയൊന്നുമല്ലായിരുന്നല്ലോ. ബെസ്സിയുടെ ആ തുറന്നടിച്ചുള്ള മറുപടി കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. എങ്കിലും അതിന്റെ അർത്ഥം എന്നെ ഒട്ടും ബാധിച്ചില്ലെന്ന് പറയാൻ എനിക്കാവില്ല. 18 വയസ്സുള്ളപ്പോൾ മിക്കവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ആഗ്രഹത്തിനുതകുന്ന ഒരു ബാഹ്യരൂപം തങ്ങൾക്കില്ലെന്ന തിരിച്ചറിവ് ഒട്ടും സന്തോഷം നൽകുന്ന ഒന്നല്ല. എങ്കിലും നീ മിടുക്കിയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. എന്നെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ബെസ്സി തുടർന്നു. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പിയാനോ വായിക്കാൻ അറിയാമോ? കുറച്ചൊക്കെ. മുറിയിലൊരു പിയാനോ ഉണ്ടായിരുന്നു. ബെസ്സി ചെന്ന് അത് തുറന്ന ശേഷം അവിടെ ഇരുന്ന ഒരു ഈണം വായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ 1-2 വാൾട്സുകൾ വായിച്ചു. അവൾ അതിൽ ആകൃഷ്ടയായി. മിസ് റീഡുമാർക്ക് പോലും ഇത്ര നന്നായി വായിക്കാൻ കഴിയില്ല. അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. പഠനത്തിൽ നീ അവരെ പിന്നിലാക്കുമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുമോ? ആ ചിമ്നി പീസിന് മുകളിൽ ഇരിക്കുന്നത് എന്റെ ചിത്രങ്ങളിലൊന്നാണ്. അതൊരു ജലഛായയിലുള്ള പ്രകൃതി ദൃശ്യമായിരുന്നു. എനിക്ക് വേണ്ടി കമ്മിറ്റിയുമായി സംസാരിച്ചതിനുള്ള നന്ദി സൂചകമായി ഞാൻ സൂപ്രണ്ടിന് സമ്മാനിച്ചതായിരുന്നു അത്. അവരത് ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് വെച്ചിരിക്കുന്നു. അത് വളരെ മനോഹരമായിരിക്കുന്നു മിസ് ജെയിൻ. മിസ് റീഡിന്റെ ചിത്രകലാ അധ്യാപകന് വരയ്ക്കാൻ കഴിയുന്നത്ര മികച്ച ചിത്രമാണിത്.
ആ പെൺകുട്ടികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അവർക്കിതിന്റെ അടുത്തെത്താൻ പോലും കഴിയില്ല. നിനക്ക് ഫ്രഞ്ച് ഭാഷ അറിയാമോ? ഉവ്വ് ബെസി, എനിക്ക് ഫ്രഞ്ച് വായിക്കാനും സംസാരിക്കാനും കഴിയും. നിനക്ക് മസ്ലിനിലും ക്യാൻവാസിലും തുന്നപ്പണി ചെയ്യാൻ അറിയാമോ? അറിയാം. ഓ, നീ ശരിക്കും ഒരു വനിതയായി മാറിയിരിക്കുന്നു മിസ് ജെയിൻ. നീ അങ്ങനെ ആകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിന്റെ ബന്ധുക്കൾ നിന്നെ ഗൗനിച്ചാലും ഇല്ലെങ്കിലും നീ ജീവിതത്തിൽ മുന്നേറും. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിന്റെ അച്ഛന്റെ വീട്ടുകാരായ എയർ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ? ഇതുവരെയില്ല. അവർ ദരിദ്രരും വളരെ മോശക്കാരുമാണെന്നാണല്ലോ യജമാനത്തി എപ്പോഴും പറയാറുള്ളത്. അവർ ദരിദ്രരായിരിക്കാം, എന്നാൽ റീഡ് കുടുംബത്തെ പോലെ തന്നെ അവരും ഉന്നത കുലജാതരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏകദേശം 7 വർഷം മുമ്പ് ഒരു ദിവസം ഒരു മിസ്റ്റർ എയർ ഗേറ്റ്സ് ഹെഡിൽ വരികയും നിന്നെ കാണണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. 50 മൈൽ അകലെയുള്ള സ്കൂളിലാണ് നീ പഠിക്കുന്നതെന്ന് യജമാനത്തി പറഞ്ഞു. അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം വളരെ നിരാശനായി കാണപ്പെട്ടു. അദ്ദേഹം ഒരു വിദേശ രാജ്യത്തേക്ക് കപ്പൽ യാത്ര പോകാൻ ഒരുങ്ങുകയായിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ ലണ്ടനിൽ നിന്ന് കപ്പൽ പുറപ്പെടുവായിരുന്നു. കണ്ടാൽ നല്ലൊരു മാന്യനാണെന്ന് തോന്നുമായിരുന്നു. അദ്ദേഹം നിന്റെ അച്ഛന്റെ സഹോദരനാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഏത് വിദേശ രാജ്യത്തേക്കാണ് പോയത് ബെസ്സി? 1000കണക്കിന് മൈലുകൾ അകലെയുള്ള വീഞ്ഞുൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്വീപിലേക്ക്. ബട്ട്ലർ എന്നോട് പറഞ്ഞതങ്ങനെയാണ്. മഡേരിയാണോ? ഞാൻ ചോദിച്ചു. അതെ, അതുതന്നെ, ആ വാക്ക് തന്നെ. അങ്ങനെ അദ്ദേഹം പോയോ? അതെ, അദ്ദേഹം അധികനേരം വീട്ടിൽ നിന്നില്ല. യജമാനത്തി അദ്ദേഹത്തോട് വളരെ ഔദ്ധത്യത്തോടെയാണ് പെരുമാറിയത്. പിന്നീട് കൗശലക്കാരനായ കച്ചവടക്കാരൻ എന്നാണ് അവരദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഒരു വീഞ്ഞു കച്ചവടക്കാരനായിരുന്നു എന്നാണ് എന്റെ റോബർട്ട് വിശ്വസിക്കുന്നത്. അതിനാണ് സാധ്യത, ഞാൻ മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ ഒരുപക്ഷേ വീഞ്ഞു കച്ചവടക്കാരന്റെ ഗുമസ്തനോ ഏജന്റോ ആയിരിക്കാം. ബെസ്സിയും ഞാനും പഴയ കാലത്തെക്കുറിച്ച് 1 മണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം അവൾക്കെന്നെ വിട്ടുപോകേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ ലൗട്ടണിൽ വെച്ച് ഞാൻ കോച്ച് കാത്തുനിൽക്കുമ്പോൾ അവളെ ഏതാനും നിമിഷങ്ങൾ കൂടി കണ്ടു. അവിടെയുള്ള ബ്രോക്കിൽഹേ സ്റ്റാംസിന്റെ വാതിൽക്കൽ വെച്ച് ഞങ്ങൾ എന്നേക്കുമായി തിരിഞ്ഞു. ഓരോരുത്തരും അവരവരുടെ വഴിക്കുപോയി. ഗേറ്റ്സ് ഹെഡിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള വണ്ടി പിടിക്കാനായി അവൾ ലോവുഡ് ഫെല്ലിന്റെ കുന്നിൻ ചരിവിലേക്ക് തിരിച്ചു. മിൽക്കോട്ടിന്റെ അപരിചിതമായ പരിസരങ്ങളിലെ പുതിയ കടമകളിലേക്കും പുതിയ ജീവിതത്തിലേക്കും എന്നെ കൊണ്ടുപോകാനുള്ള വാഹനത്തിൽ ഞാനും കയറി. പ്രിയ ശ്രോതാക്കളെ, ജെയിൻ എയറിന്റെ ജീവിതത്തിലേക്കുള്ള ഈ യാത്ര നാം തുടരുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ദയവായി ഞങ്ങളോടൊപ്പം ചേരുക.